പ്രകാശനം ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരിക. വന്നിട്ട് ഇങ്ങനെ ഓരോ അലിഫിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പ്രബോധനം. മരണപ്പെട്ടു പോയ എല്ലാ പ്രവാചകന്മാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടും അവരൊക്കെ സഹരിച്ചുകൊണ്ടും പ്രവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെ വേണ്ടല്ലോ. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വഹി വരട്ടെ, ഇൻഷാ അല്ലാഹ് പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ മതി, നാളെ പറഞ്ഞുതരാന്നും കൂടി പറയേണ്ടെന്നാ ഖുർആൻ നബിയോട് പറഞ്ഞ്. പ്രവാചകന്മാരോട് ചോദിച്ചു അപ്പം തന്നെ പറഞ്ഞു കൊടുത്തൂടെ? പ്രവാചകന്മാരങ്ങനെ തിരുത്തി പറഞ്ഞു കൊടുക്കൂടെ? ക്രിസ്ത്യാനികൾ വന്ന് സംശയം ചോദിക്കുമ്പോൾ ഈസാ നബിക്ക് പറഞ്ഞു കൊടുത്തൂടെ? എങ്ങനെ പറഞ്ഞോളാം, അങ്ങനെ പറഞ്ഞോളാന്ന്, എന്റെ സ്ഥലത്ത് അങ്ങനെ ഉണ്ട്, ബൈബിളിൽ ഇങ്ങനെ ഉണ്ട് എന്ന്. ഖുർആൻ വഹി വരെയാണ്. അറിയോ? ഖീല ദുഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഒരു രക്തസാക്ഷിയുടെ ആഗ്രഹമാണ്, അഭിലാഷമാണത്. യാസീൻ സൂറത്ത് നമ്മൾ എപ്പോഴും ഓതുന്നതാണ്. യാസീൻ സൂറത്ത് പറയാൻ 2-3 പ്രവാചകന്മാർ വന്നൊരു ജനതയെ ദീനിലേക്ക് ക്ഷണിച്ചു. അവരൊക്കെ കൂടി അദ്ദേഹത്തെ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുക. അപ്പൊ അവരെ കൂട്ടത്തുനിന്ന് അങ്ങേ അറ്റത്തുനിന്ന് പട്ടണത്തുനിന്ന് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഇവർ പ്രവാചകന്മാരാണ്, യാതൊരു സ്വത്ത താല്പര്യമില്ല, അവർ നിങ്ങളോട് പ്രതിഫലം ആകാംക്ഷിക്കുന്നില്ല, അവർ നിങ്ങളെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർ നിങ്ങളെന്തിനാ ആക്രമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവരെ കൂട്ടത്തുനിന്ന് ഒരാൾ അങ്ങോട്ട് പോയപ്പോൾ അവർക്ക് പ്രത്യേക വിദ്വേഷം. ഇപ്പൊ ഞങ്ങൾ അറിയുന്നുണ്ടല്ലോ, AP അബ്ദുൽ ഖാദർ മൗലവിനെ അറിയുന്നില്ല, TP അബ്ദുൽ ഖാദർ മദനി, പണ്ഡിതന്മാര് ഇവരൊക്കെ സുന്നിത വന്ന, പക്ഷെ അവരൊക്കെ മറന്നിട്ടുണ്ട്, അവരൊന്നും അറിയുന്നില്ല. എന്നെ ഉമർ ഫൈസിനെയൊക്കെ ആക്രമിക്കുന്നത്. അതുപോലെ ആ 3 പ്രവാചകന്മാരെക്കാൾ ദേഷ്യം ആ പ്രവാചകന്മാർക്ക് അനുകൂലം പറഞ്ഞ ഒല കൊടുത്തപ്പെട്ട ആളെ മൂപ്പരെ കൊന്ന് ജന്ന, മൂപ്പർക്ക് സ്വർഗത്തിൽ കിടക്കാൻ അള്ളാന്റെ കൽപ്പന കിട്ടി. കാലയാലേത്ത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി, എന്റെ എല്ലാ പാപങ്ങളും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നു. ഓ ജഅലനി മിനൽ മുക്രമീൻ, എന്നെ ബഹുമാന്യരായ പ്രവാചകന്മാരുടെയും ശ്രോതാക്കളുടെ ഒക്കെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. ഈ കഥ എന്നെ കൊന്നേ വിവരം കേട്ട ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് മൂപ്പര് പറഞ്ഞു പോയിന്ന ആ പറഞ്ഞ കഥ അന്ന് ജീവിച്ചിരിക്കുന്ന ആരും കേട്ടിട്ടില്ലോരൊന്നും വിശ്വസിച്ചിട്ടില്ല. അപ്പൊ കണ്ടങ്ങള് അപ്പൊ മൂപ്പരുടെ അഭിലാഷം പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓതി കൊടുത്തപ്പോഴാണ് നമ്മുടെ നബി അറിയുന്നത്, നമ്മൾ അറിയുന്നത്. അപ്പൊ മരണപ്പെട്ടവരുടെ ലോകത്തുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു പറയുന്നത് പിന്നെ പ്രവാചകന്മാർ വരുമ്പോൾ ആ വേദപുസ്തകത്തിലൂടെയാണ്. മരിച്ചവർക്ക് ഇങ്ങോട്ടൊന്നും പ്രതികരിക്കാനോ അങ്ങോട്ട് ബന്ധപ്പെടാനോ സാധിക്കൂല. ആ കാര്യത്തിൽ വരെ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കം നടക്കുക. ഈ ഇപ്പൊ ഹിന്ദുമതം ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ മാനദണ്ഡം പ്രമാണം വെച്ച് നോക്കും, അവരുടെ തന്നെ പ്രമാണങ്ങൾ വെച്ച് പരിശോധിച്ചാൽ, പക്ഷെ അവർ മരണപ്പെട്ട് ദഹിപ്പിക്കപ്പെട്ട കവറിങ്ങലോ അതുപോലത്തെ സ്ഥലങ്ങളിലൊന്നും പോയിട്ട് യാതൊരു ആരാധന കർമ്മം അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ മഹാന്മാരുടെ ചിത്രങ്ങൾ ഉണ്ടാക്കി വെച്ച് അവരെ ഓർമ്മിക്കാൻ വേണ്ടി അവരുടെ രൂപമുണ്ടാക്കി വെച്ച് അവരാരാധിച്ച, അവർക്ക് വരം കൊടുത്ത ദൈവത്തെ ധ്യാനിക്കാൻ വേണ്ടി അത് മുമ്പിൽ വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ കല്ലുകൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയ ചിത്രങ്ങൾ ദൈവങ്ങളാണ് എന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല. സാക്ഷാൽ സൃഷ്ടാവാണ്, അന്നദാതാവാണ്, കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല ആരും. അവർക്കങ്ങനെ തർക്കമില്ല. പക്ഷെ നമ്മൾ തമ്മിൽ തർക്കിക്കുക. മരണപ്പെട്ടു പോയ ആൾക്കാർ കേൾക്കുക, കേട്ടിട്ട് ഉത്തരം ചെയ്യുക. അങ്ങോട്ട് മരിച്ചുപോയ ആൾക്കാർക്ക് അള്ളാഹ് കൊടുത്ത കഴിവെന്ന് നമ്മെ സഹായിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാര് പ്രസംഗിക്കുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് സഹായം! പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു പോയി, വഫാത്തായി. നബിക്ക് അള്ളാഹ് ചെയ്തു കൊടുത്തത്ര ഔദാര്യം വേറെ ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വചനങ്ങളും മുത്തുപോലെ സൂക്ഷിക്കാൻ 125 കോടി മുസ്ലിങ്ങൾ എന്നുള്ളവർ തയ്യാറാണ്. അതിന്റെ മുമ്പുള്ള എല്ലാ പിതാമഹന്മാരും അങ്ങനെ തന്നെ തയ്യാറാണ്. നബി പറഞ്ഞു കേട്ട സഹാബികളിൽ നിന്ന് വാക്കുകൾ ഇങ്ങനെ കൈമാറി അത് എഴുതി വെച്ചതാണ് നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങൾ. ആ പറഞ്ഞിടത്തൊക്കെ ആരിൽ നിന്ന് കേട്ടു എന്ന് ഓർഡറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടാണ് ശരിയും തെറ്റും തീരുമാനിക്കുന്നത്. അപ്പൊ നബി പറഞ്ഞ വാക്കുകൾ അത് നബി പറഞ്ഞത് തന്നെയാണോ അല്ലയോ എന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹ് കൊടുത്ത കഴിവെന്ന്, നബിക്ക് സംസാരശേഷിയുണ്ട്, പ്രതികരണശേഷിയുണ്ട്, ഓർമ്മശക്തിയുണ്ട്. അങ്ങനത്തെ നബിക്ക് മരണപ്പെട്ടതിന് ശേഷം അള്ളാഹ് കൊടുത്ത കഴിവെന്ന് വല്ലതും ഇങ്ങോട്ട് ചെയ്തു തരാൻ കഴിയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഹദീസുകളുടെ സനദിനെ കുറിച്ച് അത് ഞാൻ പറഞ്ഞതല്ല, അത് ഞാൻ പറഞ്ഞതാണ് എന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കല്ല, ഇമാം ബുഖാരി അതുപോലെ ഇമാം മുസ്ലിം പോലത്തെ മഹാന്മാർക്കെങ്കിലും നബിയോടൊന്ന് സംവാദിച്ചിട്ട് അവരുടെ ഹദീസിന്റെ പ്രബലത്തെ കുറിച്ച് ചർച്ച ചെയ്തൊരു തീരുമാനമെടുക്കാൻ കഴിയണ്ടേ? ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. അതൊന്നും ചർച്ച ചെയ്യാൻ സമയമില്ലാതെ എനിക്ക് ശേഷം പ്രസംഗിക്കാനുള്ള പണ്ഡിതന്മാർ ഇതൊക്കെ വാചാലമായി പറയും. എൻ്റെ മനസ്സിന്റെ ഉള്ളിലുള്ള സങ്കടം, അതായത് ഉറപ്പുള്ള യാഥാർത്ഥ്യം, യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം പ്രചരിപ്പിക്കുന്ന യഥാർത്ഥ
സംഘടന കേരള ജമിയത്ത് ഉലമയും അതിൻ്റെ കീഴ്ഘടകങ്ങളായ KNM-ഉം ISM-ഉം MSM-ഉം ഒക്കെ തന്നെയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിങ്ങൾ കക്ഷി ചേർന്ന് നിങ്ങളുടെ സമയവും ഊർജവും നിങ്ങളുടെ സമ്പത്തും ചെലവഴിച്ചാൽ നിങ്ങൾക്ക് 100 ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടും. മൻ തമസ്സക ബി സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. എൻ്റെ ഉമ്മത്തികളൊക്കെ തകരാറായി ജീവിക്കുന്ന കാലഘട്ടം നിങ്ങൾക്കറിയാം. എല്ലാവരും തകരാറായി കിടക്കാം. മുസ്ലിം ഉമ്മത്ത് സുബൈന്റെ ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുന്നു. നാം എല്ലാവരും തകരാറില്ല. എത്ര ആൾക്കാരുണ്ട്. അതുപോലെ 5 വക്ത് നമസ്കാരം നിലനിർത്തുന്നവരും ഷഹാദത്ത് കലിമയുടെ യഥാർത്ഥ ആദർശം മനസ്സിലാക്കിയവരും ശരിക്കും ആത്മാർത്ഥമായി ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവരും നോമ്പെടുക്കുന്നവരും ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെ കുറഞ്ഞ ഫസാദായ കാലഘട്ടം. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ മൻ തമസ്സക ബി സുന്നത്തി, എൻ്റെ സുന്നത്താണെന്ന് ഉറപ്പുള്ളത് മാത്രം സ്വീകരിച്ചതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, 100 ഷഹീദിന്റെ പ്രതിഫലം കിട്ടും. സുന്നത്ത് മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ ശമ്പളം മാത്രം മുറുകെ പിടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വരവനുസരിച്ച് മാത്രം ചെലവാക്കുക. അപ്പൊ ആ സുന്നത്ത് മാത്രം ഉറപ്പുള്ളത് പ്രവർത്തിക്കുക. അതിന് സുന്നത്ത് നഷ്ടപ്പെട്ടു പോയാലും കുഴപ്പമില്ല. ഫർദ് നഷ്ടപ്പെടാത്ത സുന്നത്തുകൾ മാത്രം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ 100 ഷഹീദിന്റെ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അന്വേഷണ ബുദ്ധിയോടുകൂടെ വായിച്ചും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേട്ടും സത്യമാണെന്ന് ബോധ്യപ്പെട്ട് ഇതിന്റെ കൂടെ കക്ഷി ചേർന്നാൽ ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും ജിഹാദ് ചെയ്യുന്നതിനേക്കാളും ഒക്കെ പ്രതിഫലമുള്ള വലിയൊരു ഇബാദത്താണ്. ഇത് നിങ്ങളോട് ജാടക്ക് വേണ്ടി പറയല്ല. ഇതിനെതിരിൽ അപ്പുറത്തോ പോയി പ്രസംഗിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ കിട്ടും. അതുകൊണ്ട് അള്ളാഹുവിനെ സാക്ഷി നിർത്തി എൻ്റെ മനസ്സിൽ ഏറ്റവും ഞാൻ ആഖിറത്തിൽ എനിക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ഇബാദത്തായി കാണുന്നത് സമസ്തയുടെ ഉന്നതിയിൽ നിന്ന് ഈ സത്യം അള്ളാഹുവിൻ്റെ ദീന് ഞാൻ മനസ്സിലാക്കിയതോടെ പറയണം എന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് മാത്രം ഇങ്ങോട്ട് മാറിയ എൻ്റെ ആ നിയ്യത്ത്, അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എനിക്കൊരു വീഴ്ചയും ഇല്ലാത്തൊരു ഇബാദത്തും സമ്പാദ്യവുമായി ഞാൻ കാണുന്നത് ഈ മാറ്റം മാത്രമാണ്. അതിനെ എന്നെ പ്രേരിപ്പിച്ച എൻ്റെ മാനസിക അവസ്ഥയും അത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് സത്യം മനസ്സിലാക്കി നാമും നമ്മെ പോലുള്ള മറ്റു സമുദായത്തിൽപ്പെട്ടവരും മുസ്ലിങ്ങളുമൊക്കെ യഥാർത്ഥ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പ്രചാരകരായി നല്ലൊരു സംസ്കാരത്തിൻ്റെ വക്താക്കളായി ഈ ആദർശം പ്രബോധനം ചെയ്യുന്ന ഒരു നല്ല നാൾക്ക് അള്ളാഹു കാണാനും അനുഭവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുകയാണ്. ഇനി ഉമർ ഫൈസി, അതുപോലെ അനസ് മുസ്ലിയാർ, പിന്നെ കാസിം മുസ്ലിയാർ പോലത്തെ ഒരുപാട് പണ്ഡിതന്മാർ ബിരുദധാരികളായ ഉപരിപഠനം കഴിഞ്ഞ സമസ്തയുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും അതല്ലാത്ത മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ ബിരുദമെടുത്ത പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്. കുറേ പണ്ഡിതന്മാർ, ഒരുപാട് ആൾക്കാരുള്ളത് സമയപരിമിതി കൊണ്ട് വരാത്തവരുണ്ട്. ഇനിയും ഇതുപോലുള്ള വലിയ വലിയ വേദികൾ ഇൻഷാ അല്ലാഹ് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുക്കി ഈ സന്ദേശങ്ങളൊക്കെയും ജനങ്ങളെ കേൾപ്പിക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഉന്നതരായ നേതാക്കൾ ആഗ്രഹിക്കുന്നതിന് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു തആല നമ്മെ സഹായിക്കട്ടെ. പ്രസ്ഥാനത്തെ അള്ളാഹു തആല ദിനം പ്രതി വിജയിപ്പിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ആദരണീയരായ അധ്യക്ഷൻ, കേരള നദ്വത്തുൽ മുജാഹിദീൻ സ്റ്റേറ്റ് ട്രഷറർ പാലത്ത് അബ്ദുറഹ്മാൻ മദനി അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ,